അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു വ്ലോഗുമായി ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. അതും നമ്മുടെ കേരളത്തിലെ ഒരു ചെറിയ റിസോർട്ടിലെ കാഴ്ചകൾ കാണിക്കാൻ. ഹലോ ഗായ്സ്, വെൽക്കം ടു ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കടത്തിൽ റിസോർട്ട് എന്ന റിസോർട്ടിലാണ്. ഇവിടെ നമ്മളൊരു ജസ്റ്റ് ഒരു 1 ഡേ ട്രിപ്പായിട്ട് വന്നതാണ്. ഇവിടെ നമ്മൾ ഗെയിംസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഫുൾ എൻജോയ്മെൻ്റ് ആണ്. നമുക്ക് ഗെയിംസിൻ്റെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആർക്കേഡ് ഗെയിംസ് ഉണ്ടായിരുന്നു, പിന്നെ പെനാൽറ്റി ഷൂട്ടർ ഗെയിംസ്, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മ്യൂസിക് ചെയർ പോലത്തെ, അതായത് ബോൾ വരും, ബോൾ വന്നിട്ട് പാസ് ചെയ്ത് ഒരു പാസിങ് ഗെയിംസ് പോലെ ഒരു സെറ്റപ്പാണ്. നമ്മൾ ആ ഗെയിംസ് എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഈ റിസോർട്ടിൻ്റെ മൊത്തം ചുറ്റുപാടും എല്ലാം കാണിച്ചുകൊണ്ട് ഒരു ഷോട്ടും ഉണ്ടാവും. നമുക്കിനി ഇതിൻ്റെ അകത്തുള്ള ഷോട്ടുകളെല്ലാം കാണിക്കാം. അങ്ങനെ റിസോർട്ടിലെത്തി ഞങ്ങൾ ഉടനെ തന്നെ സൈക്കിളിൽ യാത്ര തുടങ്ങി. സൈക്കിളിൽ ഞങ്ങൾ ആ റിസോർട്ട് മൊത്തം ചുറ്റി കഴിഞ്ഞ് വന്നാണ് നമ്മൾ അടുത്തുള്ള കലാപരിപാടികൾ തുടങ്ങാൻ പോകുന്നത്. ഇതാണ് ഇപ്പോൾ നമ്മൾ ഈ റിസോർട്ടിലോട്ട് ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ റിസപ്ഷൻ്റെ കാര്യങ്ങൾ, ഒരു സൈഡിൽ തന്നെ നമുക്ക് സൈക്കിൾ സ്റ്റേഷന്, ബാസ്കറ്റ് ബോള്, സിപ്പ് ലൈൻ സ്റ്റേഷനും തന്നെ ഉണ്ട്. പിന്നെ വിനോദസഞ്ചാരികൾക്ക് ഹൗസ് ബോട്ടിംഗ് ആയിട്ടുള്ള ചെയ്യണമെങ്കിൽ അങ്ങനത്തെ സെറ്റപ്പും ഉണ്ട്. അപ്പോൾ ഈ റിസോർട്ട് എന്ന് പറയുന്നത് കളത്തിൽ ലേക്ക് റിസോർട്ട്, നമ്മുടെ വേമ്പനാട് കായലിനടുത്തുള്ള ഒരു മനോഹരമായ റിസോർട്ടാണ്. ഇവിടെ ഒരു ദിവസം അറിഞ്ഞാടാൻ പറ്റിയ എല്ലാ ടൈപ്പ് ഗെയിംസും ഫൺ ആക്ടിവിറ്റീസ് എല്ലാം ആണ്. നമുക്ക് ബോട്ടിങ് ഉൾപ്പെടെ എന്ത് കാര്യമായിക്കോട്ടെ, ഈച്ച് ആൻഡ് എവരി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ സൈക്കിൾ ചവിട്ടി തന്നെ ക്ഷീണം അകറ്റാൻ വേണ്ടി ഞങ്ങൾ ലൈം സ്ക്വാഷ് തന്നെ കുടിച്ചു. അത് വെൽക്കം ഡ്രിങ്കായി റിസോർട്ടുകാർ വെച്ച ലൈം സ്ക്വാഷ് ഞങ്ങൾ കുടിച്ചു. അങ്ങനെ അധികം വൈകാതെ തന്നെ ഞങ്ങൾ ഗെയിംസ് ഏരിയയിലോട്ട് തന്നെ ആക്ടിവിറ്റി ഏരിയ തന്നെ പോയി. ആക്ടിവിറ്റി ഏരിയ പോകുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ആൾക്കാർ ഫുട്ബോൾ കളിക്കുന്നത് കാണാം, കുറച്ച് ആൾക്കാർ ആർക്കേഡ് അമ്പും വില്ലും ചെയ്യുന്നത് കാണാം, കുറച്ച് ആൾക്കാർ അവിടെ ഊഞ്ഞാലാട്ടിൽ, അങ്ങനെ പല ആക്ടിവിറ്റീസ് ചെയ്യുന്നത് കാണാം. എല്ലാവരും കാര്യം നിൽക്കുന്നത്. ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഏറ്റവും ദൂരത്തുനിന്ന് വന്ന ആള് സീന മാമാണ്. അങ്ങനെ ഒരു സ്പെഷ്യൽ അപ്രീസിയേഷൻ. ഓക്കെ, ഞാൻ സീന മാമിന് കൊടുക്കുന്നു മൈക്ക്. ഗുഡ് മോർണിംഗ് എവ്രി വൺ. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് കഴിഞ്ഞ് ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാൻ പറ്റിയത്. സോ ഐ എം വെരി വെരി എക്സൈറ്റഡ്. ഐ ഹോപ്പ് ഓൾ ഓഫ് യു ആർ ഓൾസോ എക്സൈറ്റഡ് അല്ലേ? ഒരു വെറൈറ്റി. ഓക്കെ, സോ ഒരു ഔട്ട് ബൗണ്ട് എന്ന് പറയുന്നത് ഇതൊരു ടീം ഔട്ടിങ്, ടീം ഔട്ട് ബൗണ്ട് എന്നുള്ളൊരു ആക്ടിവിറ്റിയാണ്. യൂഷ്വലി ഉള്ള ഡിപ്പാർട്ട്മെൻറ്റ്സോ അങ്ങനെ അല്ലാതെ വേറെ ആൾക്കാരായിട്ടും കൂടി ഇൻട്രാക്ട് ചെയ്ത് നമ്മൾ ടീംസിൽ ഓരോ ഗെയിംസ് കളിക്കുക, അതാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം. ആൻഡ് ഓൾസോ ടു ഹാവ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഫൺ. വർക്ക് മാത്രമല്ലല്ലോ, വി ഓൾസോ നീഡ് ടു ഇൻട്രാക്ട് ഔട്ട്സൈഡ് ഓഫ് ഓഫീസ് ആൻഡ് ഹാവ് സം ഫൺ. സോ അതിനു വേണ്ടിയാണ് നമ്മൾ ഇന്ന് എല്ലാവരും വന്നിരിക്കുന്നത്. സോ ഔട്ട് ഓഫ് ഓൾ ദി പീപ്പിൾ ഹിയർ നമ്മൾ 4 ടീംസായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ് ഇന്ന്. അതിനുവേണ്ടി ലോട്ട്സ് എടുക്കാൻ പോവാണ്, സോ ദാറ്റ് ഇറ്റ് ഇസ് ഫെയർ. ക്യാൻ വി സ്റ്റാർട്ട്? ഗോ അഹെഡ്. നമ്മൾ എത്ര പേര്? 8 per ടീം അല്ലേ? അപ്പോൾ ഈ കൗണ്ട് മാറിയപ്പം എത്ര ഇനിയിപ്പം? അല്ല, ഹൗ മെനി? 7 per team. ഓക്കെ, ആൻഡ് പിന്നെ എക്സ്ട്രാ ഉള്ളവരെ വി ക്യാൻ ജസ്റ്റ് അലോട്ട് ടു ദി അതർ ടീം. ഓക്കെ അജിത് സർ. അങ്ങനെ ടീം സ്പ്ലിറ്റ് എല്ലാം കഴിഞ്ഞ് ഞാനും ബാലുവും വേർപിരിഞ്ഞു. ഞാനും 4 ടീംസ് ആയിട്ടാണ് പിടിക്കാൻ പോകുന്നത്. ടീംസ് സെലക്ട് ആയി കഴിയുമ്പോഴത്തേക്കും ഓരോ ടീംസിനും നിങ്ങൾ തന്നെ ലീഡേഴ്സിനെ എലക്ട് ചെയ്യും. ഒരു ടീം ലീഡ് ഉണ്ടാവും. സോ ദാറ്റ് ഇറ്റ്സ് ഈസിയർ ടു ഡു ദ കോർഡിനേഷൻ. ഓക്കെ, വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട്. പേരിട്ട് ഓരോ ക്യാപ്റ്റനെയും ലീഡറിനെയും വെച്ചു. അതിനുശേഷം നമ്മൾ ഗെയിംസ് തുടങ്ങാൻ പോവുകയാണ്. ടീം മെമ്പേഴ്സ് നമുക്ക് ഗെയിംസോട് കളിക്കാം.
അങ്ങനെ ഫസ്റ്റത്തെ അമ്പും വില്ലും ഗെയിമിലേക്ക് ശേഷം പെനാൽറ്റി ഷൂട്ട് ഔട്ട് ഗെയിമിലോട്ട് കടക്കുകയാണ്. ആകാശത്തിൽ ആര് നോക്കി തന്നെ അടിക്കുന്നത്. കണ്ട് തെറിച്ചിട്ട് ലോകം വന്നിക്കൂലിട്ട് പാടാ തീയാൽ ഒരു കൊട്ടക കെട്ടുമേടാ ആരും ഇനി നമ്മുടെ ഫെലടാ നാളെ തൊട്ടി സീനും മാറും സ്കീമും മാറും തുടരേ തുടരാ எவ்வாறு நாடுவேன் கண்ணாடி முன் நின்று பார்த்து கொண்டேன் ஒன்றாக செய்திட 100 நாடகம் வெற்றிகைகள் செய்து அதை பார்த்திருந்தேன் എതിർപ്പാരാമലേ നാം നിന്നോമൽ തിരുമുഖം കണി കണ്ടു നിൽക്കുമ്പോൾ എന്നെ ഹൈറ്റ് കുറവാണ്. പ്രതിജ്ഞ ഓ അവിടെ പ്രൈസ് പോയിന്റ്സ് ഒന്നും കൂടെ പറയാം. ടീം മിൽക്ക് 3, ടീം യോഗട്ട് 9.5, 10. ഫസ്റ്റ് 3 ഗെയിമിന് ശേഷം എങ്ങോട്ടാ ഇത്?
അങ്ങനെ ഗെയിംസിൽ നിന്ന് ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ നേരെ പോയത് ട്രഷർ ഹണ്ടാണ്. അടുത്ത റിസോർട്ടുകാരുടെ വക ഒരു തകതിമകളെയും കൂടെ ഓട്ടം കൂടെ ഓടി ഓടി ക്ഷീണിച്ച് ഒരു വഴിയായി. ഈ ട്രഷർ ഹണ്ട് ഇപ്പോൾ ആയുർവേദ സെൻറ്റർ വന്ന് നിൽക്കുകയാണ്. ആയുർവേദ സെൻറ്ററിൽ നിന്ന് ഒരു ക്ലൂവിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്ക് നോക്കാം, എല്ലാം കിട്ടാൻ വഴിയുണ്ടോ, ഏതറ്റവും മൂലയാണെന്ന് നോക്കണമല്ലോ. അതാൻ പോയി. ട്രഷർ ഹണ്ട് എല്ലാം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ലാസ്റ്റ് മറ്റേ ഗ്രൂപ്പുകാർ തന്നെ ജയിച്ചു, ഞങ്ങൾ ടീം തോറ്റു. അങ്ങനെ അടുത്തൊരു ഗെയിം എന്ന് പറയുന്നത് നമ്മളെ ബോൾ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് 4 ഗ്രൂപ്പായിട്ട് നിന്നിട്ട് ഫ്രണ്ടിലുള്ള ആൾ തൊട്ട് പുറകെയുള്ള ആൾക്ക് ബോൾ കൊടുക്കുക. അങ്ങനെ പാസ് ചെയ്ത് ആരാണോ അപ്പുറത്ത് കാണുന്ന കസേരയെ കൊണ്ട് ആദ്യം ബോൾ പ്ലേസ് ചെയ്യുന്നത് അവരെ ആ ഗ്രൂപ്പായിരിക്കും ജയിക്കുന്നത്. Tú no tienes ni uno.
जाने के जिद ना करो यूं ही पहलू में बैठे रहो आज जाने के जिद ना करो जिद ना करो. അങ്ങനെ ഉച്ചക്കത്തെ ഒരു ലഞ്ച് ബ്രേക്കിൻ്റെ സമയമായി. നമ്മൾ ഇനി കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസിന് പോകാം. അതായത് നമ്മൾ ബോട്ടിങ്ങും കാര്യങ്ങളായിട്ടൊക്കെ പോകാം. അടുത്ത് നമ്മൾ ബോട്ടിംഗ് ആണ് പോകുന്നത്, പെഡൽ ബോട്ട്. ഒരു അവളണയുന്നൊരു തീരത്ത് അവളുടെ കനവിന് പുതുനിറമരുളിയ എൻ്റെ പൊന്നിലെ കാല് പോയി. അങ്ങനെ പെഡൽ ബോട്ടിങ്ങും കഴിഞ്ഞു. ഉച്ചക്കത്തെ ഫുഡും കഴിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് വടംവലി മത്സരത്തിലോട്ട് കടക്കുകയാണ്. അങ്ങനെ വാശിയേറിയ വടംവലി മത്സരത്തിന് ശേഷം അടുത്തതായി സൈക്കിൾ ഒരു യാത്ര. ഏറ്റവും കുറഞ്ഞ സമയത്തുള്ളിൽ സൈക്കിൾ ചവിട്ടി ആദ്യം എത്തുന്ന ആൾ തന്നെ ജയിക്കുന്നത്. പക്ഷേ ഞാൻ ചവിട്ടി கொஞ்சம் പാളിപ്പോയിട്ടുണ്ട്. അത് ഞാനങ്ങ് കയറി ചവിട്ടി ആദ്യമേ അങ്ങ് എത്തി. അതാണ് കാര്യം. അങ്ങനെ അതും എനിക്ക് ഇഷ്ടമായി. അങ്ങനെ ഗെയിംസും മറ്റ് പ്രോഗ്രാംസും എല്ലാം കഴിഞ്ഞ് അവസാനം നമ്മുടെ വിന്നേഴ്സിനുള്ള ട്രോഫി കൊടുക്കുന്ന ചടങ്ങായിരുന്നു. അങ്ങനെ വിന്നേഴ്സിന് ട്രോഫിയും കൈമാറി. അങ്ങനെ പരിപാടിയെല്ലാം അവസാനിച്ചു. And winning and losing ഒന്നും അല്ല ഇതിൽ. ഇറ്റ്സ് ഓൾ അബൌട്ട് us participating. So it's very nice. And ഇപ്രാവശ്യം എനിക്കും പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. എപ്പോഴും ഞാൻ മിസ് ഔട്ട് ആവാറുണ്ട്. സോ ഐ എം വെരി ഹാപ്പി. ആൻഡ് താങ്ക് യു ടു രേഖി ആൻഡ് എക്സ്പെഷ്യലി ജോ, നമ്മുടെ എക്സ്പെർട്ട് എന്താ പറയുക ഗെയിം നല്ലൊരു കളിയുണ്ട്.
sur les réseaux, des milliers de raisons d'aller les chercher en bas de leur cité. Du bon temps sur la côte d'Azur, on fait quand même moi que des classes azur. C'est que quand bébé dort, que les gens se mettent tout à danser. C'est les cités dans ma main, c'est les J'ai fait du son en voyant les miens, en tapant des mains. J'ai rêvé de toucher le ciel, les pieds sur le sol, en grattant des mains.